അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ സാധാരണ ആളുകൾക്കിടയിലുള്ളൊരു സംശയമാണ്: ഞണ്ട് കഴിക്കാമോ, ചെമ്മീൻ കഴിക്കാമോ, തിരണ്ടി കഴിക്കാമോ, സ്രാവ് കഴിക്കാമോ, ഇതിനൊക്കെ കഴിക്കാമോ എന്ന് ചോദിച്ചാൽ ഖുർആൻ നമ്മളോട് പറയുന്നത് ഉഹില്ല ലക്കും സ്വൈദുൽ ബഹരി, കടലിൽ വേട്ടയാടി അത് കഴിക്കാൻ നിങ്ങൾക്ക് അനുവദനീയമാണ്. വതആമുഹു മതഅൻ ലക്കും, നിങ്ങൾക്കത് വിഭവമാക്കി തന്നിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ കടലിലുള്ള മത്സ്യങ്ങളെ വേട്ടയാടി പിടിക്കാം എന്നുള്ളത് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ഇളവാണ്. അതുകൊണ്ട് തന്നെ കടലിലുള്ള മത്സ്യങ്ങളെ ഉപയോഗിക്കാവുന്നതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പഠിപ്പിക്കുന്ന ഒരു ഉപദേശം ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, സഅല റജുലുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല, ഒരാൾ പ്രവാചകനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹി ഇന്നാ നർകബു അൽ ബഹറ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾ കടലിൽ യാത്ര ചെയ്യുന്നവരാണ്. വനഹ്മിലു മഅന അൽ ഖലീല മിനൽ മാ വനഹ്മിലു മഅന അൽ ഖലീല മിനൽ മാ, കുറച്ച് വെള്ളം മാത്രമേ ഞങ്ങളുടെ കയ്യിൽ ആ സമയത്ത് ഉണ്ടാവുകയുള്ളൂ കടൽ യാത്ര ചെയ്യുമ്പോൾ. ഫൈൻ തവല്ലഅനാ ബിഹി അതിഷ്നാ അഫനതവല്ലഉ മിൻ മാഇൽ ബഹർ, അപ്പോൾ ആ വെള്ളം ഉപയോഗിച്ച്, ഞങ്ങളുടെ കയ്യിലുള്ള കുടിവെള്ളം ഉപയോഗിച്ച് ഒളിവെടുത്താൽ വെള്ളം തീർന്നു പോകും. അതുകൊണ്ട് കടലിലെ വെള്ളം കൊണ്ട് ഒളിവെടുക്കാമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവ തുഹൂറു മാഉഹു, നിങ്ങൾക്ക് കടലിലെ വെള്ളം കൊണ്ട് ഒളിവെടുക്കാമോ, തുഹൂറാണ്. അൽ ഹില്ലു മൈതതുഹു, കടലിലുള്ള മത്സ്യങ്ങൾ അഥവാ കടലിലുള്ള മരിച്ചുപോയ ചത്തുപോയ ജീവികൾ അതും നിങ്ങൾക്ക് ഹലാലാണ്. അപ്പോൾ കടലിലുള്ള മത്സ്യങ്ങൾ അത് അനുവദനീയമാണ്, കടലിലെ വിഭവങ്ങൾ അനുവദനീയമാണ്, അത് ചത്താലും കുഴപ്പമില്ല. കരയിൽ ജീവിക്കുന്ന ഒരു ജീവി, ഒരു മൃഗമാണെങ്കിലോ ആ മൃഗത്തെ അറുത്ത് വേണം കഴിക്കാൻ. കടലിലെ ജീവി അത് ചത്തതാണെങ്കിലും നമുക്ക് കഴിക്കാമെന്നാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത്, മനുഷ്യന് ഹാനികരമല്ലാത്ത ഭക്ഷ്യയോഗ്യമായ കടലിൽ നിന്ന് കിട്ടുന്ന മത്സ്യസമ്പത്തിനെ നമുക്ക് ഉപയോഗിക്കാമെന്നാണ്. എന്നാൽ മനുഷ്യന്റെ ശരീരത്തിന് പ്രതികൂലമായി ബാധിക്കുന്നവയാണെങ്കിൽ അത് ഉപയോഗിക്കരുത്. അതിന് ഖുർആൻ നൽകുന്ന മറുപടി, വലാ തുൽഖൂ ബിഐദീകും ഇലാ തഹ്ലുക, നാശത്തിലേക്ക് നിങ്ങളെ തള്ളിവിടുന്ന ഒന്നും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് ഈ വിഷയത്തിൽ പൊതുവേ പണ്ഡിതന്മാർ പറയാറുള്ളത്. എന്നാൽ ചില ജീവികളെ പണ്ഡിതന്മാർ ഉപയോഗിക്കരുത്, കഴിക്കരുത് എന്ന് പറയാറുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മുതല. അതേപോലെ മറ്റൊന്നാണ് തവള. തവളയുടെ വിഷയത്തിൽ നേരെ പ്രവാചകൻ വിരോധിച്ച രൂപത്തിൽ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ആമയുടെ വിഷയത്തിലും പണ്ഡിതന്മാർക്കിടയിൽ വലിയ തർക്കങ്ങളുണ്ട്. എന്നിരുന്നാലും മനുഷ്യന്റെ ശരീരപ്രകൃതിക്ക് യോജിക്കാത്തതും, അതേപോലെ തന്നെ നീർനായയെ പോലെയുള്ള ജീവികൾ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളാണ്. അതേപോലെ തന്നെ കരയിലും കടലിലും വെള്ളത്തിലും കരയിലും ഒക്കെ ജീവിക്കുന്ന ചില ജീവികളുണ്ട്. പാമ്പ് പോലെയുള്ളതിനെയൊന്നും കഴിക്കരുത് എന്ന് പറയുന്ന ചർച്ചകൾ കാണാൻ കഴിയും. എന്നിരുന്നാലും മനുഷ്യന് ഭക്ഷ്യയോഗ്യമായ രൂപത്തിൽ, മനുഷ്യന് ശരീരപ്രകൃതിക്ക് പ്രതികൂലമല്ലാത്ത, വിഷമില്ലാത്ത, അത് കഴിച്ചതുകൊണ്ട് പ്രയാസമില്ലാത്ത തരത്തിലുള്ള മത്സ്യവിഭവങ്ങളെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് പൊതുവെ വിഷയത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്. പാമ്പ്, തവള, പിന്നെ നീർനായ, അതേപോലെ തന്നെ വിഷജന്തുക്കൾ, കടലിലുള്ള വിഷജന്തുക്കൾ, മാത്രമല്ല മനുഷ്യന് അപകടകരമായ രൂപത്തിൽ ശരീരത്തിന് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ജീവികൾ, ഇവരെയൊന്നും ഉപയോഗിക്കരുത്. മറിച്ച് സാധാരണ രൂപത്തിൽ നമുക്ക് ഭക്ഷണമായി ലഭിക്കുന്ന കടൽ വിഭവങ്ങളൊക്കെ ഉപയോഗിക്കാം. അത് സ്രാവാണെങ്കിലും തിരണ്ടിയാണെങ്കിലും ഞണ്ടാണെങ്കിലും ചെമ്മീനാണെങ്കിലും ഉപയോഗിക്കുന്നത് കൊണ്ട് ഹറാമല്ല എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.